ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവിലേക്കാണ് ഇനി. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ കീഴടങ്ങാൻ സാവകാശം തേടി പ്രതികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഉടൻ കീഴടങ്ങണമെന്നാണ് ഉത്തരവ്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, നേരത്തെ ഈ ഉത്തരവ് പുറപ്പെടുവിച്ച അതേ ബെഞ്ച് തന്നെയാണ് പ്രതികളുടെ ഹർജിയും പരിഗണിച്ചത്. ഈ പ്രതികളെ വെറുതെ വിട്ടത് റദ്ദാക്കിയ ആ ഉത്തരവ് പുറപ്പെടുവിച്ച അതേ ബെഞ്ച് തന്നെ. എന്താണെന്ന് കോടതി വ്യക്തമാക്കിയത്? ഇതിനോടകം തന്നെ 2 ആഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണോ അതിൽ പ്രധാനം? അനുജ, ഈ ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ അന്തിമ വിധി പ്രസ്താവിക്കുമ്പോൾ അതിൽ കോടതി നിർദ്ദേശിച്ചിരുന്നത് ഈ 11 പ്രതികളോടും ജനുവരി 21-നകം ജയിലിൽ കീഴടങ്ങാനാണ്. എന്നാൽ ഈ ഒരു ഉത്തരവിൽ ഈ സാവകാശം തേടിക്കൊണ്ടാണ് ഹർജി പ്രതികൾ 3 പ്രതികൾ സുപ്രീം കോടതിയിൽ സമീപിച്ചത്. 6 ആഴ്ചത്തെ സാവകാശമാണ് ഇതിലൂടെ തേടിയത്. മാതാപിതാക്കളെ പരിചരിക്കാൻ മറ്റാരുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയും ഒപ്പം തന്നെ ഈ വിളവെടുപ്പ്, അതുപോലെ മകൻ വിവാഹം എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു 3 പ്രതികൾ ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് BV നാഗരത്ന പറഞ്ഞത് മതിയായ കാരണമൊന്നും ഈ ഹർജിയിലില്ല, അതുകൊണ്ട് തന്നെ തള്ളുന്നു എന്ന ഒരൊറ്റ വാചകം കൊണ്ട് തന്നെ ഈ ഹർജി പൂർണ്ണമായും സുപ്രീം കോടതി തള്ളുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ഈ 11 പ്രതികളോടും ജയിലിൽ കീഴടങ്ങാനുള്ള കർശന നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ ഈ ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ അന്തിമ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് കോടതി നിരീക്ഷിച്ചിരുന്ന ഒരുപാട് ഗുരുതരമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ഗുജറാത്ത് സർക്കാർ വരുത്തിയ വീഴ്ചകളാണ്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പ്രതികളെ ജയിൽ മോചിതരാക്കി എന്നുള്ള ഒരു സുപ്രധാന കാര്യം അന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഒപ്പം തന്നെ അതിലൊരു പ്രതി കോടതിയെ സമീപിക്കുമ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന തെളിവുകളാണ് ഹാജരാക്കിയതെന്നടക്കം നിരീക്ഷിച്ചു. അതേ ബെഞ്ച് തന്നെയാണ് ഇന്ന് ഈ പ്രതികളുടെ ഹർജിയും തള്ളിയിരിക്കുന്നത്. ഞായറാഴ്ച തന്നെ പ്രതികൾ കീഴടങ്ങണമെന്നതാണ് കോടതിയുടെ ഉത്തരവ്.